ഹാനോക്കിൻ്റെ 65-ാമത്തെ വയസ്സിൽ അവൻ മെതുശലേമിനെ ജനിപ്പിച്ചു. 65-ാമത്തെ വയസ്സിൽ മെതുശലേമിനെ ജനിപ്പിച്ചു. ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഇങ്ങനെ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, ആ മകൻ ജനിച്ചതിന് ശേഷം ഹാനോക്ക് 300 സംവത്സരത്തോളം ദൈവത്തോടുകൂടെ നടന്നു. എപ്പോഴാണ് നടന്നത്? മെതുശലേം ജനിച്ചതിന് ശേഷം ഹാനോക്ക് ദൈവത്തോട് കൂടുതൽ ചേർന്ന് വസിച്ചു. ഒരു ശ്രേഷ്ഠനായ മകനെ കിട്ടിയതിന് ശേഷം, ദൈവത്തിൻ്റെ വലിയൊരു ദാനം ലഭിച്ച ശേഷം ഹാനോക്ക് ദൈവത്തോട് കൂടുതൽ ചേർന്ന് വസിക്കാനിടയായി. ദൈവത്തോടുള്ളതായ ബഹുമാനം, ദൈവത്തോടുള്ളതായ വിശ്വാസം, ദൈവത്തോടുള്ളതായ വലിയ ഭക്തി പടിപടിയായി വർദ്ധിച്ചു വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം പ്രാപിച്ചതിന് ശേഷം, ദൈവത്തിൽ നിന്ന് ഒരു നന്മ പ്രാപിച്ചതിന് ശേഷം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സാധാരണമായിട്ട് ദൈവത്തോട് കൂടുതൽ ചേരുകയാണോ ചെയ്യുന്നത്, അതോ ദൈവത്തെ വിട്ടകലുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ എന്തു പറയുന്നു? ജോലി വേണമേ, ജോലി വേണമേ, ജോലി വേണമേ എന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. 15,000 രൂപ ശമ്പളത്തിൽ ജോലി മതിയേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ദൈവം 30,000 രൂപ ശമ്പളമുള്ളതായ ഒരു ജോലി നൽകുന്നു. അതിനുശേഷവും നീ തൃപ്തിയോടെ ഇരിക്കുമോ? നീ ദൈവത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുമോ? ചോദിക്കട്ടെ, ഇപ്പോൾ നിന്റെ ജോലി തന്നെ നിന്റെ ദൈവമായി മാറില്ലേ? കർത്താവേ, വ്യാപാരത്തിൽ വലിയ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു, എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല, എന്നെ അനുഗ്രഹിക്കണമേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മനസ്സലിവ് തോന്നിയിട്ട് നിന്റെ വ്യാപാരത്തിൽ ലാഭം ഉണ്ടാക്കുന്നു. അപ്പോൾ നീ ദൈവത്തോട് കൂടുതൽ ചേർന്ന് വസിക്കുമോ? സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുമ്പോൾ, ആരോഗ്യസ്ഥിതി മെച്ചമാകുമ്പോൾ, കുടുംബത്തിൽ സമാധാനമുണ്ടാകുമ്പോൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് വസിക്കുമോ? അതോ ഇവയെല്ലാം കണ്ടുകൊണ്ട് ദൈവമേ സമാധാനമായി, ജോലി നഷ്ടപ്പെടുമെന്നാണ് വിചാരിച്ചത്, എന്നാൽ ഇപ്പോൾ ഭയപ്പെടേണ്ടതില്ല, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നവരുടെ ലിസ്റ്റിൽ എൻ്റെ പേരില്ല, ഇനി 1 വർഷക്കാലം ഒന്നും തന്നെ പേടിക്കണ്ട. ചോദിക്കട്ടെ, ദൈവം എന്നോട് കരുണ കാട്ടി എൻ്റെ ജോലി സ്ഥിരപ്പെടുത്തി, ദൈവം എന്നോട് കരുണ കാട്ടി എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാക്കി, ദൈവം എന്നോട് കരുണ കാട്ടി എൻ്റെ ആരോഗ്യം സ്ഥിരപ്പെടുത്തി, ദൈവം എന്നോട് കരുണ കാട്ടി എന്നെ ബലപ്പെടുത്തി, ദൈവമേ ഞാൻ നിന്നോട് കൂടുതൽ ചേർന്ന് വസിക്കും എന്ന് പറഞ്ഞ് ജീവിക്കുമോ? അതോ മനുഷ്യർ സാധാരണ അകന്നു പോകുമെന്നാൽ ഹാനോക്കൊരു പാഠം പഠിപ്പിക്കുകയാണ്. മെതുശലേം ജനിച്ചതിന് ശേഷം ഹാനോക്ക് എന്താണ് ചെയ്യുന്നത്? ദൈവത്തോട് കൂടുതൽ ചേർന്ന് വസിക്കാനായിട്ട് തുടങ്ങി. ദൈവം എനിക്ക് 2 മക്കളെ തന്നു. ആ 2 മക്കളിൽ കൂടി ദൈവം എന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ മക്കൾ എൻ്റെ മുമ്പിൽ തെറ്റുകൾ ചെയ്യുമ്പോൾ എനിക്ക് വലിയ കോപമുണ്ടാകാനിടയാകും. ഞാനപ്പോൾ അവരെ അടിക്കാനിടയാകും. നിങ്ങൾക്കറിയുമോ, ഞാൻ എൻ്റെ മക്കളെ ശിക്ഷിച്ചതുപോലെ വേറെ ആരും തന്നെ ശിക്ഷിച്ചിട്ടില്ലായിരിക്കും എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ് ശരി. ഒരുപാട് പ്രാവശ്യം എൻ്റെ മക്കളെ ഞാൻ അടിച്ചിട്ടുണ്ട്, അവരുടെ ചെറുപ്പത്തിലാണ്. എന്നാൽ എനിക്ക് അവരോട് അത്രത്തോളം സ്നേഹമുള്ളത് കൊണ്ടായിരുന്നു അത്. അങ്ങനെ അവരെ അടിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ ഞാനും പാപങ്ങൾ ചെയ്യുമ്പോൾ, തെറ്റുകൾ ചെയ്യുമ്പോൾ ദൈവം സ്നേഹമുള്ളത് കൊണ്ടാണ് എന്നെ ശിക്ഷിക്കുന്നതെന്ന്. പിന്നീട് എൻ്റെ മക്കൾ വന്ന കണ്ണുനീരോടെ എന്നോട് ക്ഷമ ചോദിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ഞാൻ അവരോട് മനസ്സലിയുകയും ചെയ്യും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ കർത്താവിന് മുൻപിൽ തെറ്റ് ചെയ്തതിന് ശേഷം കർത്താവിനോട് ക്ഷമ ചോദിക്കുമ്പോൾ എൻ്റെ കർത്താവ് ക്ഷമിക്കുകയും അതുപോലെ എന്നോടുള്ളതായ സ്നേഹം കൊണ്ട് കർത്താവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്യും. എൻ്റെ കുട്ടികൾ പലപ്പോഴും അനുസരണക്കേടുകൾ കാണിക്കുമ്പോഴും ഞാനത് കണ്ടിട്ട് കാണാതെ വിട്ടുകളയാറുണ്ട്. അവരോട് എനിക്ക് ഉള്ള സ്നേഹം കാരണമാണ് ഞാനതെല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നത്. എനിക്കപ്പോൾ മനസ്സിലായ കാര്യം ഇതാണ്, എൻ്റെ കർത്താവും പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ കർത്താവ് ക്ഷമിക്കുന്നത് കൊണ്ട്, കരുണ കാണിക്കുന്നത് കൊണ്ടാണ്, എന്നോട് മനസ്സലിയുന്നത് കൊണ്ടാണ് ഇന്നും ദൈവത്തിൻ്റെ പൈതലായിട്ട് എനിക്ക് ജീവിക്കുവാൻ കഴിയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ കുട്ടികൾ അവരുടെ കുറവുകളും അവരുടെ തെറ്റുകളും ഇവയെല്ലാം തന്നെ അവരോട് ക്ഷമിക്കുവാനുള്ളതായ ഒരു സ്വഭാവം എന്നിൽ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവരോട് സഹിക്കാനുള്ളതായ ഒരു സ്വഭാവം എന്നിൽ രൂപപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എനിക്ക് ദൈവത്തെ നോക്കുവാനായിട്ട് കഴിയുന്നു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര, ഹാനോക്ക് മെതുശലേമിനെ ജനിപ്പിച്ചതിന് ശേഷം ഹാനോക്ക് ദൈവത്തോട് കൂടുതൽ ചേർന്ന് വസിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവത്തോട് കൂടുതൽ നടക്കുവാൻ ആരംഭിച്ചു. മെതുശലേമിൻ്റെ ജനനം ഹാനോക്കിനെ ദൈവത്തോട് കൂടുതലായിട്ട് അടുപ്പിച്ചു.
ഒരു അനുഗ്രഹം നമ്മെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ അനുഗ്രഹം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുവാൻ പാടില്ല. ചോദിക്കട്ടെ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ജോലി, ദൈവം തന്നിരിക്കുന്ന വസ്തു, ദൈവം തന്നിരിക്കുന്ന സമ്പത്ത്, ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം, ദൈവം തന്നിരിക്കുന്ന സൗന്ദര്യം നിന്നെ ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണോ അതോ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണോ ചെയ്യുന്നത്? ഒരുപക്ഷെ ദൈവം തന്നിരിക്കുന്നതായ സമ്പത്തും ഐശ്വര്യവുമൊക്കെ നിന്നെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുകയാണെങ്കിൽ നീ അപകട നിലയിലാണ് നിൽക്കുന്നത്. മറക്കരുത്, നീ ആരാണെങ്കിലും ദൈവത്തിന് പ്രസാദകരമായി അവൻ്റെ ഹിതപ്രകാരം ജീവിക്കുക, അവൻ്റെ സാക്ഷിയായി ജീവിക്കുക. ഹാനോക്കിനെ പോലെ ദൈവത്തോടുകൂടെ നടക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. അങ്ങനെയുള്ളൊരു ജീവിതം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളോട് സംസാരിച്ച വിധമോർത്ത് അങ്ങയെ സ്തുതിക്കുകയാണ്. ഹാനോക്കിൻ്റെ ജീവിതത്തിലുണ്ടായതായ അനുഗ്രഹം ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാൻ കാരണമായി. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹങ്ങൾ നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റുവാൻ ഒരിക്കലും ഇടയാകരുതേ. ഈ ലോകത്ത് ഞങ്ങൾക്ക് പേരുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നിനക്ക് പ്രസാദകരമായിട്ട് മാത്രം ഞങ്ങൾ ജീവിച്ചാൽ മതി. കർത്താവെ, വരും കാലങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ തലമുറകളിൽ നിന്ന് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരായ സന്തതികൾ ഉണ്ടാകാൻ തക്കവണ്ണം നീ അനുഗ്രഹിക്കണമേ. അതുപോലെ ഞങ്ങൾ എവിടെയാണെങ്കിലും ശരി, അവിടെ കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് കരുതാൻ സഹായിക്കണമേ. അതിനുള്ള കൃപ തരണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.